ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا اللهم زدنا علما. സൂറത്തുൽ ഫാത്തിർ 15 മുതലുള്ള ആയത്തുകളാണ് എടുക്കുന്നത്. പേജ് 66. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد. إن يشأ يذهبكم ويأتي بخلق جديد وما ذلك على الله بعزيز. ولا تزر وازرة وزر أخرى وإن تدع مثقلة إلى حملها لا يحمل منه شيء ولو كان ذا قربى. إنما تنذر الذين يخشون ربهم بالغيب وأقاموا الصلاة. ومن تزكى فإنما يتزكى لنفسه وإلى الله المصير. وما يستوي الأعمى والبصير ولا الظلمات ولا النور ولا الظل ولا الحرور. وما يستوي الأحياء ولا الأموات. إن الله يسمع من يشاء وما أنت بمسمع من في القبور إن أنت إلا نذير. കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത് അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു ദുആ ചെയ്യുന്നവരുണ്ട്. ആ ദുആ ചെയ്യുന്ന ആളുകളോട് പറയാണ്, നിങ്ങൾ അള്ളാഹു അല്ലാത്ത ആരുണ്ടാകട്ടെ, അവർ ഒരു ഈത്തപ്പനോ കുരുവിൻ്റെ പാട പോലും സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ അള്ളാഹു അല്ലാത്ത ആരോട് ദുആ ചെയ്തു കഴിഞ്ഞാലും ആ ദുആ അവർ കേൾക്കൂല. കേട്ടു എന്ന് പറഞ്ഞാൽ തന്നെ അവർ നിങ്ങൾ ഉത്തരം കിട്ടാനല്ലേ ചോദിക്കുന്നത്. മസ്തജാബൂലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം തരൂല. ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്ക്, ഈ പണി അവരതിനെതിരായിട്ട് നിങ്ങൾക്കെതിരെ പഠിച്ചവരോട് പറയുകയും ചെയ്യും. അള്ളാഹ് അത്രയും വൃത്തിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് ദുആ ആരോട് മാത്രമായിരിക്കണം? അള്ളാഹുവോട് മാത്രമായിരിക്കണം. കാരണം നിങ്ങൾ ചോദിക്കുന്നവരാണ്, അള്ളാഹ് നൽകുന്നവരാണ്. അള്ളാഹ് മാത്രമാണ് ഗനി. അതാണ് ഇന്നത്തെ ആയത്തുകൾ. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. യാ അയ്യുഹന്നാസിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാലോ. എന്താ അർത്ഥം? മനുഷ്യരെ, ജനങ്ങളെ. അൻതും, നിങ്ങൾ. അൽ ഫുഖറ, ഫഖീറിന്റെ പ്ലൂരലാണ് ഫുഖറ. ഫഖീർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ദരിദ്രൻ. ഫഖീറും മിസ്കീനും വ്യത്യാസം ഉണ്ടല്ലോ. ഫഖീറാണോ ഇച്ചിരി ദർജ കൂടുതൽ, മിസ്കീനായിരിക്കും. ഫഖീർ എന്ന് പറഞ്ഞാൽ മണ്ണ് പോരണ്ട്, ചോദിക്കാനൊരു മടിയൂല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ചോദിക്കുമ്പോഴത്തേക്ക് തന്നെ അടുത്ത പൈസക്ക് വെച്ചിട്ടുണ്ടാവും. ഒരു മടിയോ ഉളുപ്പൊന്നും ഉണ്ടാവൂല. അത് അത്രയും പ്രയാസം ഉണ്ടാവായിരിക്കും. മിസ്കീൻ അങ്ങനെയല്ല, ഒരു കൊളിവും മറവൊക്കെ ഉണ്ടാവും. അള്ളാഹ് നമ്മളെ കുറിച്ച് എന്താ പറഞ്ഞത്? അന്തും, നിങ്ങളാരാണ്? ഫുഖറ, ഫഖീറുമാരാണ്. ഇലല്ലാഹ്, അള്ളാഹിലേക്ക്. നമ്മൾക്ക് ഇപ്പൊ തോന്നുകയാണ് ഞാൻ കുറച്ചു ഫക്കീറൊന്നല്ല, ഞാൻ ധന്യനാണ്,
എൻ്റെ അടുത്ത് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കാശുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, മക്കളുണ്ട്, നല്ല വീടുണ്ട്, വണ്ടിയുണ്ട്, ജോലിയുണ്ട്, ഇതൊക്കെ ഉണ്ട് നമ്മൾ പറയും. മഴ ശക്തിയായി പെയ്താൽ, ഭൂമി ഒന്ന് കുലുങ്ങിയാൽ, കാറ്റൊന്ന് വീശിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു, നമ്മൾ ഫക്കീറായി കഴിഞ്ഞു. ക്യാമ്പിൽ ക്യൂ നിൽക്കേണ്ടി വരും ഉറപ്പായിട്ടും. അള്ളാഹു എല്ലാത്തിനും കാക്കട്ടെ. ഇതാ നിങ്ങൾ ഫക്കീറാണ് ഇലല്ലാ, അള്ളാഹിന്റെ അടുക്കൽ. വല്ലാഹു, അള്ളയാണ്, ഹുവൽ ഗനി, അള്ളയാണ് ധന്യൻ, എല്ലാം ഉള്ളവൻ, അൽ ഹമീദ്, സ്തുതിക്കർഹൻ അള്ളയാണ്. നിങ്ങൾ എല്ലാവരും ഫക്കീറാണ്. പലപ്പോഴും നിങ്ങളെ കേൾപ്പിച്ചിട്ട് ഖുദ്സി ഹദീസുണ്ട്, ജനങ്ങളെ നിങ്ങളെല്ലാവരും വസ്ത്രം ഇല്ലാത്തവരാണ്. ഇല്ലാമൻ കെസൗത്തു, ഞാൻ വസ്ത്രം തന്നവനൊഴികെ. നിങ്ങളെല്ലാവരും വസ്ത്രം ഇല്ലാത്ത നഗ്നരാണ്. അള്ള തന്ന ആൾക്കാർ മാത്രം രക്ഷപ്പെട്ടവർ. നിങ്ങൾ എന്നോട് വസ്ത്രം ചോദിക്കണം, ഞാൻ നിങ്ങൾക്ക് വസ്ത്രം തരും. നിങ്ങളെല്ലാവരും പട്ടിണിയിലാണ്, ഭക്ഷണം ഇല്ലാത്തവരാണ്, ഞാൻ ഫുഡ് തന്നവരൊഴികെ. അതുകൊണ്ട് എന്നോട് നിങ്ങൾ ഭക്ഷണം ചോദിക്കണം, ഞാൻ നിങ്ങൾക്ക് എന്ത് തരും? ഭക്ഷണം നൽകും. ആത്മാർത്ഥമായുള്ള പ്രാർത്ഥന, ഫക്കീർ എന്ന ചിന്ത. രണ്ട് സുജൂദിനും ഇടയിൽ റസൂലുള്ള ചെയ്യുന്ന ദുആ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറയുന്നില്ല, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ബൈന സജദതൈൻ, രണ്ട് സുജൂദിലോട് പ്രാർത്ഥിക്കും. അല്ലാഹുമ്മ ഗഫിർലി 1, വർഹംനി 2, വജ്ബുർനി 3, പിന്നെ വഹ്ദിനി 4, വർസുഖ്നി 5. 5 കാര്യങ്ങളും ഗൗരവമാണ് സുജൂദിന്റെ ഇടയിൽ. ഒന്നാമത് ചോദിക്കുന്നത് എന്താണ്? അല്ലാഹുമ്മ ഗഫിർലി, എനിക്ക് എന്ത് തരണേ? പൂർത്തി തരണേ. പിന്നെ എന്താ ചോദിക്കുന്നത്? വർഹംനി, എന്നോട് നീ എന്ത് ചെയ്യണേ? കരുണ കാണിക്കണേ. പിന്നെ വജ്ബുർനി, എൻ്റെ എല്ലാ കാര്യങ്ങളും നന്നാക്കി തരണം, എവിടെ ഒരു പ്രയാസാക്കല്ല. എൻ്റെ ആത്മാവ്, എൻ്റെ ശരീരം, എൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി തന്നെ പഠിച്ചോനെ, ഒരു കുറവ് ഇവിടെ ഉണ്ടാക്കല്ലേ. പിന്നെ വർസുഖ്നി, എനിക്ക് നീ റിസ്ക് നൽകണേ. അള്ളാഹിനോട് എപ്പോഴും ചോദിക്കുക. ഫുഡിന് ടൈറ്റായി വന്നിട്ടോ ജോലി പോയിട്ടോ മറ്റോ അല്ല, ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഓരോ നിസ്കാരത്തിൽ 5 നേരവും ആരോഗ്യം റിസ്ക്കാണ്, സമ്പത്ത് റിസ്ക്കാണ്, മക്കൾ റിസ്ക്കാണ്, എല്ലാം റിസ്ക്കാണ്. ഇത് അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്തോ വിരോധാഭാസം എന്ന് പറയട്ടെ, ഇപ്പൊ കേൾക്കുമ്പോൾ നമ്മൾ റിസ്ക്കിനെ ചോദിക്കുന്നുണ്ട് തിരിയുന്നല്ലാതെ ഒരു സുജൂദിന്റെ ഇടയിൽ ആരും ഞാൻ ചോദിക്കുന്നത് എന്താണെന്നറിയില്ല, റിസ്ക്കാന്നറിയില്ല. അവസാനം പിന്നെ എന്താ ചോദിക്കുന്നത്? വഹ്ദിനി, എനിക്ക് എന്ത് തരണേ? ഹിദായത്ത് തരണേ എന്നുള്ളത്. റിസ്ക് ഇത് ചോദിക്കാൻ സമയം. നിങ്ങൾ ഫക്കീറാണ്. അള്ളാഹു റിസ്ക് തന്നവരൊഴികെ, ഭക്ഷണം തന്നവരൊഴികെ. അതുകൊണ്ട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. നേരം വെളുക്കുന്ന നേരത്ത് ഇന്നത്തെ ഫുഡ് കിട്ടിയാൽ, മര്യാദയ്ക്ക് എണീക്കാൻ പറ്റിയാൽ, ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അള്ളാഹ് എല്ലാം തന്നു എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ ഫക്കീറാണ്, അള്ളയാണ്. വല്ലാഹു ഹുവൽ ഗനി, അള്ളയാണ് ധന്യൻ, അള്ളയാണ് ധന്യൻ, അൽ ഹമീദ്, സ്തുതിക്കർഹൻ. ഇത് രണ്ടും ശരിക്കും മനസ്സിലാക്കണേ. കിബിർ, ഒരു തരിമ്പ് പോലും നമുക്ക് ഉണ്ടാകരുത്. നമ്മളെ കുറിച്ച് അള്ളാഹ് പറഞ്ഞ പ്രയോഗം എന്താണ്? അന്തുമുൽ, എല്ലാവരും ഒന്ന് പറയും. ഈ ആയത്തൊന്ന് ഓതിയാൽ, യാ അയ്യുഹന്നാസ് അള്ളാഹു സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ നമ്മള്? ഖുർആനും സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ നമ്മള്? എന്നാൽ അതുപോലത്തെ ഒരു സത്യമാണ് ജനങ്ങളെ, നിങ്ങൾ ആരാണ്? ഫക്കീറാണ്. നമുക്ക് തോന്നുകയാണ് ഗൾഫിൽ നിന്ന് കുറച്ച് തരക്കടില്ലാന്ന് തോന്നുകയാണ്. നമ്മളപ്പോ മൈൻഡ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്, ഇഗ്നോർ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ? നമുക്ക് ചില കൂട്ടുകാരൊന്നും വേണ്ടാണ്ടാകുന്നുണ്ട്. കുറച്ച് കാശ് വരുമ്പോഴോ കുറച്ച് വേറെ ഏതെങ്കിലും ദുനിയാവി സൗകര്യം കിട്ടുമ്പോൾ മാത്രമേ. അതുകൊണ്ട് ഓരോ ഘട്ടത്തിലും മനസ്സിലാക്കണം. 2 കാര്യങ്ങളും പറയാറുണ്ട്. കിബിർ വരുന്നതൊന്നും പണ്ഡിതന്മാർക്കായിരിക്കും. ആദ്യം ലോക്കൽ പള്ളിയിലെ മുയിലാർക്ക് ആയിരിക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കുറച്ച് കൂടി 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 വലിയ ആളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് ആദ്യം വിളിച്ചാലും കൂടി എന്ത് ചെയ്യൂല, വരൂല. പണ്ഡിതന്മാർക്ക് ഉണ്ടാവില്ലല്ലോ, നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും, പലർക്കും ഉണ്ടാവും അല്ലേ? അറിവ് കൂടുന്തോറും കിബിർ വരും. മൂസാനിയുടെ കൂട്ടത്തിലെ കാറൂനും ഹാറും പലർക്കും അങ്ങനെ പറ്റിപ്പോയിട്ടുണ്ട്. സുഖങ്ങളും സൗകര്യങ്ങളും കൂടുമ്പോൾ. പിന്നെ പണം കൂടുമ്പോഴാണ് വരിക. പണ്ട് ഒന്ന് ബൂഫിയൽ ഇവൻ ഒരു പണിക്കാരനായിരിക്കും, മറ്റേ ചായടിക്കാൻ വന്നിട്ടുണ്ടാവും അല്ലേ? അച്ചങ്ങാതി അത് നടത്താൻ കിട്ടി വേറെ എന്തൊക്കെ ആയാൽ ആ ചായടിക്കാൻ വരുന്ന സാധു ഇപ്പൊ 10 കൊല്ലം കഴിഞ്ഞാൽ അതേ ബൂഫിയെ ചായടിക്കാൻ വരുന്ന തന്നെയായിരിക്കും. മറ്റേ 10 ഷോപ്പ് നടത്തുന്നുണ്ടാവും. ഇപ്പോൾ മാറിയിട്ടുണ്ടാവും. പണം വരുമ്പോഴും അറിവ് വരുമ്പോഴാണ് ഈ കിബിർ വരുന്നത്. നമുക്കത് രണ്ടും ഉണ്ടാകരുത്. ചെറിയൊരു അസുഖം
നമ്മളെപ്പോഴും അള്ളാഹിനോട് പറയണം, തരല്ലേ അല്ല, ചെറുത്ത് ഒരു ഡോസ് അല്ല തന്നാൽ മതി. നമ്മളവിടെ വീണ് പോയിട്ടുണ്ടാവും. ഒരു പനിക്ക് നമ്മളില്ല, ഒരു പല്ല് വേദനയ്ക്ക് നമ്മളില്ല, ഒരു ജലദോഷത്തിന് പോലും നമ്മളില്ല. അതുകൊണ്ട് വീണ് പോകുന്നത് എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. കിബിർ നമ്മൾക്ക് ഒരിക്കലും ഉണ്ടാകരുത്. നിങ്ങൾ ഫക്കീറാണ്, ഞാനൊരു ഫക്കീറാണ് എന്ന് മനസ്സിലാക്കുക. എന്താ കിബിർ? ബത്തറുൽ ഹക്ക്, സത്യം കേൾക്കുമ്പോൾ കിബറോട് ധിക്കരിച്ച് നിൽക്കലും, വഅംതുന്നാസ്, ജനങ്ങളെ കൊച്ചാക്ക്, നേരെ ഓപ്പോസിറ്റ്. അത് നമ്മൾക്ക് ഉണ്ടാകരുത്. അള്ളയാണ് ധന്യ. ഇതിലുള്ളൊരു ഹദീസിന്റെ വിശദീകരണത്തിൽ നിങ്ങളെ കേൾപ്പിച്ചതാണ്. ഇബ്നു അബ്ബാസിനോട് റസൂൽ പറയാണ്, ഞാൻ നിനക്കൊരു കാര്യം പഠിപ്പിച്ചു തരാം. യഹ്ഫദില്ല, നീ എപ്പോഴും അള്ളാഹിനെ സൂക്ഷിക്കണം, കിബർ ഉണ്ടാകരുത്. യഹ്ഫദ്, അള്ളാഹ് നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. അള്ളാഹിനെ സൂക്ഷിച്ചാൽ പഠിച്ചോ നമ്മൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവും, തരും. ഇഹ്ഫദില്ല തജിദ് തുജാഹക്, നീ എപ്പോഴും അള്ളാഹിനെ സൂക്ഷിക്കണേ, നിന്റെ മുമ്പിൽ നിനക്ക് പഠിച്ചവനെ കാണാം. ഏത് സന്ദർഭങ്ങളിലും ആ മക്കൾക്ക് പിന്നെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് പഠിച്ചവനെ കാണാം അല്ലേ. എന്നിട്ട് പറയാണ്, എല്ലാവരും നിനക്ക് ഒരു ഉപകാരം ചെയ്യാൻ വിചാരിച്ചാലും പഠിച്ചോ വിചാരിച്ചില്ലേ കിട്ടൂല. എല്ലാവരും നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വിചാരിച്ചാലും അള്ളാഹ് വിചാരിച്ചില്ല അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ വലിയ ഹമീദ് ആരാണ്? അള്ളയാണ്. നിങ്ങൾ ഫക്കീറാണ്. ഡൗട്ട് എന്തുണ്ട് ചോദിക്കും. തീർച്ചയായിട്ടും മൂസാ നബിയുടെ ദുആകളിലുണ്ട്. റസൂലുള്ളാഹിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുആകളിൽ എപ്പോഴും വിനയം കാണിക്കുന്ന രീതിയിൽ അത് നമ്മൾക്ക് വേണം എന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ എപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മൾ മൈൻഡിലുണ്ടായി. ഞാൻ ഒറ്റൊരു സന്ദേശം നൽകുന്നുള്ളൂ. നമ്മൾ ഖുർആൻ ക്ലാസ്സിനൊക്കെ വരുന്ന ആൾക്കാരാണ്. ഖുർആൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാലും ഈ അഹങ്കാരം ഞാൻ എന്തോ ആണ് എന്നുള്ള ധാരണ എന്ത് ചെയ്യരുത്, ഉണ്ടാകരുത്. പിന്നെ എത്രത്തോളം നമ്മളുണ്ടെന്നറിയോ, ഞാൻ ഈ തോപ്പിട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒന്നും കൂടി ഉണ്ടായിരുന്നു, അത് പോയി. ഇപ്പം ഇന്ന് ഓഫീസിൽ നിന്ന് ഇത് നമ്മൾ ഉറുദു ദായിൻ്റെ കൂടെയാണ് തുക്കുബേല സ്ഥലത്ത് അടുപ്പിച്ചത്. അപ്പം പറഞ്ഞു നമുക്ക് ആ ചങ്ങാതിൻ്റെ തന്നെ പോകണം, ഒരു തോപ്പിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പം അവനോട് പറയാണ്, ഈ അടുത്ത് അവനിക്ക് തോപ്പ് വേണ്ടിയിട്ട് അവനിങ്ങനെ ഫോൺ ചെയ്യാണ്, ഫോൺ എടുക്കുന്നില്ല, തീരെ ഫോൺ എടുക്കുന്നില്ല. അയാൾ ബെല്ലിങ്ങനെ അടിയുന്നുണ്ട്. കുറേ കഴിയുമ്പോൾ വീണ്ടും പഠിക്കുമ്പോൾ വേറെ ആൾ ഫോൺ എടുക്കുകയാണ്, അയാളെ ഷോപ്പിൽ ജോലിക്കാരൻ. അപ്പോൾ ഉറുദു ദായിനോട് പറയാണ്, ഞങ്ങൾ അസ്കാനിലാണ് ഉള്ളത്, അരമണിക്കൂർ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നിസ്കരിക്കും, അത് കഴിഞ്ഞാൽ തുക്കുബേൽ ഖബറടക്കും. അഥവാ നമുക്ക് ഈ തോപ്പ് അടിച്ച വ്യക്തി ഉണ്ടല്ലോ, ഉറുദു ദായിക്കും അറിയുന്നില്ല, പെട്ടെന്ന് മരിച്ചു. 35-36 വയസ്സുള്ള ഒരാളാണ്. അരമണിക്കൂർ കൊണ്ട് മയ്യത്ത് നിസ്കാരാണ്. അസ്കാന പോകുമ്പോൾ ഷോക്കായി പോയിട്ടുള്ളത്. അത്രയൊരു മനുഷ്യനുള്ളൂ. നമ്മൾ എത്ര മരണങ്ങൾ കേൾക്കുന്നുണ്ട് അങ്ങനെ അല്ലെ. ഇതേ ഒരു സമയത്ത് നമ്മളെ കുറിച്ച് എന്ത് ചെയ്യും, കേൾക്കും ഓരോരുത്തർ അല്ലെ. നമ്മൾ ഓരോ ലീവിന് നാട്ടിലേക്ക് പോകുമ്പോഴും ഒരു നമ്മുടെ മൊബൈലിൽ നമ്പർ ഇപ്പം ഡിലീറ്റ് ആക്കേണ്ടി വന്നിട്ടുണ്ടാവും അല്ലെ. ഇതുപോലെ നമ്മളെ അവസ്ഥ ഉണ്ടാകും. നിങ്ങൾ ഫക്കീറാണ്, വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടാണ് വരിക, ഒരുപാട് പ്ലാനൊക്കെ ഉണ്ടാവായിരിക്കും. ഇത് നടപ്പാക്കുന്നവരാരാണ്? അള്ളയാണ്. അത്ര മതി, നമുക്ക് മനസ്സിലാക്കാൻ അത്ര മതി. അതുകൊണ്ട് പണം വരുമ്പോഴും അറിവ് വരുമ്പോഴും സുഖങ്ങളും സൗകര്യങ്ങളും കൂടുമ്പോഴും അഹങ്കാരം വേണ്ടെന്നേ ഉള്ളൂ. വിനയത്തോടെ താഴെ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾക്ക് തന്നെ ജീവിതം ആസ്വദിക്കാനും പറ്റും. അള്ളയും നമ്മളെ ദറജ ഉയർത്തിക്കൊണ്ടേയിരിക്കും. വിനയം കിബറില്ലാതെ വിനയാണ് കാണിക്കുന്നതെങ്കിൽ ഓന്റെ ദറജ പഠിച്ചവൻ എന്ത് ചെയ്യും, ഉയർത്തും. നമ്മളെന്തിനാ വിനയം കാണിക്കാതെ മസിൽ പിടിക്കുന്നതിനാണ് ഞാൻ വലിയൊരാളാണെന്ന് തെളിയിക്കാനാണല്ലേ. പ്രത്യേകിച്ച് ഒരു മലയാളിക്കൊക്കെ ഒരു കോട്ടും സൂട്ടും കിട്ടി ഒരു മുതിർന്ന പദവി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തോ ആയി എന്നുള്ള ധാരണ അല്ല. അങ്ങനെയൊന്നല്ല ഒരാളെ നിർത്തേണ്ടത്. നിന്നെ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്നതിന് ഒരു ഉള്ളിൽ ഇതിനെ പഹയാന്ന് പറയണ്ടാവും അല്ലേ. അത് പറയിപ്പിക്കും. വിനയാണ് നമ്മൾക്ക് വേണ്ടത്. എന്തുകൊണ്ട് ഡൗട്ട് ഉണ്ടോ? നോക്കാം. നാട്ടിൽ നിന്ന് വന്നാൽ നമ്മൾ പരിഗണിക്കല്ലോ കേട്ടോ. കഴിഞ്ഞ ദിവസത്തേക്ക് നാട്ടിൽ നിന്ന് ആൾക്കാർക്ക് നാട്ടിൽ 11 മണി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. ആ ടൈം ഒന്നിന് ഒരു 5-8 ദിവസം കഴിഞ്ഞാൽ ശരിയായി കിട്ടും. ഞാൻ ഐസ്ക്രീം ഒക്കെ തന്ന് സോപ്പിടും നിങ്ങളാണ്. പിന്നെ അടുത്ത ആഴ്ച وما ذلك على الله بعزيز. അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ യുദ്ഹിബുക്കും, നിങ്ങൾ അവൻ എന്ത് ചെയ്യും, പിന്നെ
തുടച്ച് നിങ്ങളെ പോവും. ദഹബാന്ന് പോകുക എന്നല്ല, നിങ്ങൾ അവിടെ കൊണ്ടുപോയിക്കൊള്ളും. ദുനിയാവെന്ന് നിങ്ങൾ എന്ത് ചെയ്യും? നശിപ്പിക്കും. വയത്തി, അവൻ കൊണ്ടുവരും. വയത്തി ബി, വരുന്ന വയത്തി ബി, അവൻ കൊണ്ടുവരും. ഖൽഖിൻ ജദീദ്, അതുകൊണ്ട് ബി ഖൽഖിൻ ജദീദ് അങ്ങനെ വന്നത്. അവൻ പുതിയൊരു സൃഷ്ടിപ്പിനെ എന്ത് ചെയ്യും? കൊണ്ടുവരും. ജദീദ് അറിയാലായിരിക്കും അല്ലേ? പുതിയൊരു സൃഷ്ടി. നിങ്ങൾ അള്ളാനെ ഇങ്ങനെ നിഷേധിക്കുക, കിബർ, നിങ്ങൾക്ക് ഭയങ്കര അഹങ്കാരമൊക്കെ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളെ പിടുത്തം കണ്ട നിങ്ങളാന്ന് വിചാരിക്കും. സാധാരണ പല്ലീനെ പറ്റി പറയലുണ്ട്. പല്ലി ഇങ്ങനെ പറ്റി പിടിക്കും സീലിംഗ് മേൽ അല്ലേ? ഒരു പല്ലി വിചാരിക്കുക ഞാനാണ് ഇതിനെ താങ്ങി നിർത്തുന്നത്. ഇതാ നമ്മളെ ധാരണ അല്ലേ? നമ്മളെ ധാരണ അങ്ങനെ, ഞാൻ എൻ്റെ കാശും എൻ്റെ ഇതൊക്കെ കൊണ്ടാണ് ഞാനത് മൊത്തം പിടിച്ചത്. അല്ല, അള്ളാഹ്ക്ക് വേണമെങ്കിൽ നിങ്ങളെ നശിപ്പിക്കാം, പുതിയൊരു സൃഷ്ടിപ്പിനെ കൊണ്ടുവരാം. കഴിഞ്ഞ ഇതേ ഒരു മാസം വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴല്ലേ നമ്മൾ വയനാടിനെ കുറിച്ച് കണ്ടത് അല്ലെ? രാത്രി ഉറങ്ങിക്കിടക്കുന്ന ആളുകൾ പറയുന്നില്ല, തൊട്ടു മുമ്പിലൂടെ ഒലിച്ചു പോകുന്ന ഒരാളെ, ഭാര്യനെയോ ഭർത്താവിനെയോ രക്ഷിക്കാൻ പോലും കഴിയാതെ നിസ്സഹായരായ ഒരവസ്ഥ നമ്മൾ മലയാളികൾ കണ്ട, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാർ കണ്ടതാണ്. അതായിട്ടില്ല. ഈ ഒരു സമയം, ഈ ഒരു മഴ പെയ്യുന്ന സമയമാണത്. ഇത്രേ നമ്മളുള്ളൂ. പഠിച്ചോ വിചാരിക്കാണ് നിങ്ങളെ നശിപ്പിക്കും, നിങ്ങളെ നിഷേധം കൊണ്ട് വേറൊരു ജനതയെ അള്ളാഹ് കൊണ്ടുവരും. അതല്ല അള്ളാന്റെ മേലല്ല, അള്ളാന്റെ അടുക്കൽ അതൊരു വലിയൊരു കാര്യമൊന്നല്ല. നിങ്ങളുടെ നശിപ്പിക്കുക, പുതിയ ടീമിനെ കൊണ്ടുവന്ന പഠിച്ചോനിക്ക് നല്ല യസീറാണ്, അള്ളാഹ്ക്ക് എളുപ്പമാണ്. അതുകൊണ്ട് ആരും അഹങ്കരിക്കൊന്നും വേണ്ടട്ടോ. നീ ആരെയാണോ കൊച്ചാക്കുന്നത്, നിന്നേക്കാളും വലുതിലേക്ക് അവൻ എത്താനും നീ അവനേക്കാളും താഴേക്ക് എത്താനും പഠിച്ചോനിക്ക് എന്ത് ചെയ്യണ്ട, വലിയ സമയമൊന്നും വേണ്ട. അതുകൊണ്ട് അറിവോ സ്വാധീനമോ കഴിവോ പണമോ നിങ്ങളെ ജോലിയുമായി ബന്ധപ്പെട്ടതോ എന്ത് ദുനിയാവില്, അത് ചുരുക്കി പറയാം, നിങ്ങൾക്ക് ദുനിയാവ് പഠിച്ചോന്നില്ല സൗകര്യങ്ങൾ അളന്നിട്ട് കിബിറ് കളിക്കാൻ നിങ്ങൾ നോക്കണ്ട. ഇത് അള്ളാഹ് തൽക്കാലത്തേക്ക് തരുന്നതാണ്. തന്നത് എഴുതിയിട്ട് നീ വലിയൊരാളും കിട്ടിയില്ല എന്ന് എഴുതി അവര് മോശക്കാരൊന്നല്ല. അള്ളാഹുവിന് വേണമെങ്കിൽ നിങ്ങൾ നശിപ്പിച്ച് പുതിയൊരു ടീമിനെ കൊണ്ടുവരാനും അള്ളാഹ്ക്ക് കഴിയും. അതുകൊണ്ട് ഷിർക്കും കുഫറും ഈ അഹങ്കാരവും സത്യനിഷേധവും അധികവും എന്ത് ചെയ്യൂല, എവിടെയും നിലനിൽക്കൂല. ഈ ആയത്തൊന്നും ഓതി എല്ലാവരും. അടുത്ത ആയത്തൊന്നും ഓതിയല്ലേ. ولا تزر وازرة وزر أخرى وإن تدع مثقلة إلى حملها لا يحمل منه شيء ولو كان ذا قربى إنما تنذر الذين يخشون ربهم بالغيب وأقاموا الصلاة ومن تزكى فإنما يتزكى لنفسه وإلى الله المصير. ഇത് നിങ്ങൾ കേൾക്കുന്ന ഒരായത്താണ്. വേറെ സൂറത്തിലൊക്കെ വലാ തസിറു, കുറ്റം വഹിക്കുന്നതല്ല. വാസിറ, ഒരു കുറ്റം ചെയ്യുന്ന ഒരാളും വഹിക്കൂല. വിസ്റ ഉഖറ, വേറൊരുത്തന്റെ പാപഭാരം. ഒരു കുറ്റവാളിയും വേറൊരുത്തന്റെ പാപഭാരം എന്ത് ചെയ്യൂല, പരലോകത്ത് വഹിക്കൂല. നമ്മൾ കുറ്റം ചെയ്തിട്ട് അത് വേറൊരു ചങ്ങാതി വഹിച്ചു കൊണ്ടുപോകുന്നു വിചാരിക്കണ്ട. ഇതാരനെ അനുഭവിക്കേണ്ടി വരും? നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഇനി നോക്ക്, ഇനി വിളിച്ചാൽ പോലും ഒരു ഭാരത കുറ്റങ്ങളും ഭാരങ്ങളൊക്കെ ചുമക്കപ്പെട്ട ഒരാൾ അവനിങ്ങനെ പിന്നെ അവൻ വിളിക്കാണ് പിന്നെ ഒന്ന് ചുമടെടുക്കാൻ ഉദ്ദേശിക്കുന്ന സാഹിത്യ രീതി പറയാണ്. ഒരുത്തനോട് പറയാണ്, എന്റെ കുറ്റത്തിന്റെ കുറച്ച് നീ എന്ത് ചെയ്യോ ഒന്ന് വഹിക്കുമോ എന്നൊരാൾ ചോദിക്കാണ്. അതിനുള്ള ഉത്തരാണത്. ഒരുത്തൻ, ഒരു ഭാരം ഉള്ള ഒരു കുറ്റം ചെയ്ത ഒരു വ്യക്തി
തന്റെ ഭാരം വഹിക്കാൻ മറ്റൊരാളെ വിളിച്ചാൽ പോലും അതിൽ നിന്നൊന്നും വഹിക്കപ്പെടൂല. പക്ഷെ ഒട്ടും തന്നെ അവന്റെ അടുത്ത ബന്ധുവാണെങ്കിൽ പോലും. ഇനി ഞാൻ ആശയം പറഞ്ഞുതരാം. ആദ്യ ഭാഗം പറഞ്ഞു കുറ്റം വഹിക്കുന്ന ഒരാൾ വേറെ തന്റെ ഭാരം വഹിക്കൂല, മനസ്സിലായല്ലോ. രണ്ടാമത്തെ ഭാഗം ഒരു ചങ്ങാതി അവന്റെ കുറ്റഭാരത്തിന്റെ അഥവാ കുറ്റം ചെയ്ത ഒരു വ്യക്തിയും തന്റെ കുറ്റത്തിൽ നിന്ന് കുറച്ചെങ്കിലും നീ വഹിച്ചേരോ ചോദിച്ചാലും അടുത്ത ബന്ധുവാണെങ്കിൽ പോലും സമ്മതിക്കൂല. പരലോകത്ത് ഞാൻ ചെയ്ത കുറ്റത്തിന്റെ ഭാരം ആരൻ അനുഭവിക്കണം? ഞാൻ തന്നെ അനുഭവിക്കണം. വേറെ ആരെങ്കിലും രക്ഷപ്പെടുത്തുന്ന കരുതണ്ട. നമ്മൾ കുറെ ആയത്തിൽ പഠിച്ച കൂട്ടുകാരോ കുടുംബക്കാരോ ഓരോരുത്തന്റെ കാര്യം തന്നെ നോക്കാൻ റെഡിയാണ്. ഒന്ന് ചോദ്യം ചെയ്യാൻ എടുക്കാൻ വേണ്ടിയിട്ട് അമ്പിയാക്കൾ ഇത് പോയാൽ പോലും എടുക്കോ? ആരാ ലാസ്റ്റ് സുജൂദ് ചെയ്യുന്നത്? അള്ളാഹുവിന്റെ റസൂൽ കരീം സുജൂദ് ചെയ്യാണ്. ഒരാൾക്ക് എന്താ നമ്മൾ പരലോകത്തെ പറ്റി നഫ്സി നഫ്സികൾക്കല്ലേ, നഫ്സി നഫ്സി യാ നഫ്സി, എന്റെ നഫ്സ്, എനിക്ക് എന്നെ തന്നെ. ഒരാളും സഹായിക്കാണ്ടാവില്ല കേട്ടോ. ഉമ്മ ഉണ്ടാവൂല, ഉപ്പ ഉണ്ടാവൂല, കൂട്ടുകാരുണ്ടാവൂല. നമ്മൾ ആരുടെ കൂടെയാണോ തെറ്റ് ചെയ്ത ഓരുണ്ടാവില്ല. നമ്മൾ തെറ്റ് ചെയ്തവരും തെറ്റ് ചെയ്യിപ്പിച്ചവരും പരസ്പരമുള്ള സംഭാഷണങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും അവര് വിളിച്ചാൽ എന്ത് ചെയ്യൂല? ഭാരം വഹിക്കൂല. അതുകൊണ്ട് നബിയെ ഇന്നമാ തുൻദിർ, നീ ഇവരോട് മാത്രമാണ് താക്കീത് കൊടുക്കേണ്ടത്. ആര്? അല്ലദീന യഖ്ശൗന റബ്ബഹും, തങ്ങളുടെ റബ്ബിനെ പേടിക്കുന്നവർ. ബിൽ ഗൈബി, ഗൈബിയായ നിലക്ക്. അല്ലാഹനെ കാണുന്നില്ലല്ലോ, പരലോകം കാണുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ടും അല്ലാഹനെ പേടിക്കുന്ന, പരലോകത്തെ കുറിച്ച് ഓർമ്മിക്കുന്ന ആളുകൾക്കാണ് താങ്കൾ ഉപദേശം കൊടുക്കേണ്ടത്. നിസ്കാരം നിലനിർത്തുന്നവർക്കാണ് ഉപദേശം കൊടുക്കേണ്ടത്. ഉപദേശം വേഗം കേൾക്കാരാണ് നിസ്കരിക്കുന്നവരും അള്ളാഹിനെ കുറിച്ച് പേടിയുള്ളവരാണ്. ഓരോട് നമുക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ചില കുരുത്തക്കേടം കളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഒരു കുരുത്തക്കേടം കളിക്കും, അള്ളാഹിനെ പേടിയായിരിക്കും എനിക്ക്. ഓരോരു ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭയം ഉണ്ടാവും. മറ്റേ ചങ്ങാതിക്ക് അത് ഇല്ല. നിസ്കാരത്തിന് പോകലട്ടോ. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടൊരു ബന്ധമാണ്. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം പഠിപ്പിക്കുന്നുണ്ട്. ആ നിസ്കാരം എങ്ങനെ, എന്തുകൊണ്ടാണ് നിസ്കരിക്കാൻ ഒരു ഭാരം എന്നൊക്കെ. നമ്മൾ നിസ്കാരം പഠിച്ചവനെ പേടിച്ചിട്ട് നിസ്കരിക്കുന്നതുകൊണ്ടാണ് ഭാരമായിട്ട് വരുന്നത്. പക്ഷെ നിസ്കാരം കൊണ്ട് നമുക്ക് കിട്ടുന്ന കുറെ നന്മ എന്താ, കൂലി എന്താന്ന് 19 വയസ്സായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് നിസ്കാരം നിലനിർത്താൻ കഴിയാത്ത. നിസ്കരിക്കും, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? നിലനിർത്താൻ പറ്റുന്നില്ല. അതല്ല സെന്ററിന്റെ ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും ആദ്യം ശരിക്കും ഖുർആൻ പഠിക്കുന്ന ആൾക്കാരും ഓതാൻ പഠിക്കുന്ന ആൾക്കാരും അതേപോലെ തന്നെ നിസ്കരിക്കാൻ പഠിക്കുന്ന ആൾക്കാർ നമ്മളായിരിക്കണം. നമ്മളിങ്ങനെ കുറെ ഖുർആൻ ക്ലാസ്സും കേട്ട് പോയാൽ പോരാ. ഇക്കൊല്ലം നമുക്ക് തീരണം. 2025 തീരുമ്പോഴത്തേക്ക് ഖുർആൻ ക്ലാസ് ഞാൻ കേട്ട് നേരത്തെ 2 സുജൂദിന്റെ ഇടയിലുള്ള ദുആ പറഞ്ഞു. ഇപ്പൊ ഞാൻ എല്ലാവരോടും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ആൾക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. നമ്മൾ എന്തൊക്കെയോ ചെല്ലുന്നുണ്ടാവും. ചൊല്ലൊക്കെ 5 കാര്യങ്ങളായിരിക്കോ ചെല്ലുന്നത്. നിസ്കാരത്തിൽ അത്തയ്യാത്ത ഹദീസിൽ വന്ന പോലെയാണ് നമ്മൾ ചെല്ലുന്നത്. പലരും സ്വകാര്യമായിട്ട് സംസാരിക്കുമ്പോൾ പലരും പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ ഓരോന്നും ഉപദേശങ്ങൾ, നിസ്കാരം നിലനിർത്തുക, അള്ളാനെ പേടിക്കുക, ഇത് രണ്ടുമുള്ള ആളുകളോട് മാത്രമാണ് താങ്കൾ ഉപദേശിക്കേണ്ടത്. എന്ന് വെച്ചാൽ വേറെ ആരോടും ദേവത്തെ നടത്തണ്ടെന്നല്ല കേട്ടോ. നമ്മൾക്ക് എല്ലാവരും നന്നാക്കാൻ കഴിയൂല. ഉപദേശം ഫലപ്പെടുന്നത് നിങ്ങൾ ഉപദേശകൻ മാത്രമാണ്. ഒരാളെ നിർബന്ധിച്ച് ചെയ്യാൻ ഒരു പണിയല്ല, പിടിച്ചു കൊണ്ടിരുന്നല്ല. എന്നാൽ നന്നാകും. അള്ളാനെ പേടിയുള്ള ആളുകൾ ഇതിൻ്റെ അടുത്ത് വേഗം എന്ത് ചെയ്യും? ഉപദേശങ്ങൾ കേൾക്കുകയും ചെയ്യും. എന്നിട്ട് അള്ളാഹ് പറയാ, വമൻ തസക്ക, ആരെങ്കിലും തസ്കിയത്ത് ഉണ്ടാക്കിയാൽ അവൻ അവന് വേണ്ടി തന്നെയാണ് നന്നാകുന്നത്. ഉപദേശിക്കുമ്പോൾ വിചാരിക്കണ്ട ഇതൊക്കെ ജാലിയാത്ത് നിങ്ങൾക്ക് ജോലി കിട്ടിയുള്ള പണിയല്ലേ, ഇതൊക്കെ അമ്പിയാക്കൾ പണിയല്ലേ, ഇതൊക്കെ നിങ്ങളെ മൊയ്ലാമാരെ വാഴല്ലേ. നീ നന്നാകാൽ വേറെ ആയിരിക്കും നല്ല കിട്ടേണ്ടത്. നീ നന്നായാൽ നിനക്കാ കിട്ടുക. നമ്മളെപ്പോഴും വേറെ ഒരുത്തൻ്റെ ഇതാ കിട്ടുക. അയാൾക്ക് എന്താ കിട്ടിയാലേ, അയാൾക്കിപ്പോ ക്ലാസ്, അയാൾക്കിപ്പോ പ്രസംഗോ, നമ്മൾ ഡോക്ടർ പോയപ്പോൾ ഞാൻ പറയും പനി പിടിച്ചിട്ട് വിറച്ചിട്ട് ആ ടോക്കൺ എടുക്കാൻ പോയിട്ടുണ്ടാകുക. ഇയാൾക്ക് കിട്ടിയ ടോക്കൺ 45-ാമത്തെ ആയിരിക്കും.
ഈ 45ാമത്തെ ടോക്കൺ കിട്ടി, നാട്ടിലൊക്കെ ഇയാൾ ഫീസും ഡയറക്ടറിന്റെ കൊടുക്കുകയല്ലേ, 500 രൂപ ഫീസ് എങ്കിൽ ഈ പനി പിടിച്ച് വറക്കുമ്പോൾ ഈ സാധു ചിന്തിക്കും 45ാമത്തെ ടോക്കനാണ്, അപ്പൊ ഇന്ന് ഡോക്ടർക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവും 45ന്റെ 500. ഓരിക്ക് എന്താ ചിന്ത? ഇവനിക്കെന്താന്നുള്ള ചിന്ത ഒരിക്കലും ഇല്ല. ദീനിയായ വിഷയത്തിൽ പോലും അങ്ങനെ തന്നെയാണ്. നീ നന്നായ വേറായിരിക്കും ഒന്നല്ല, നീ നന്നായായിരിക്കും കിട്ടുന്നത് നിനക്കാ. ഖുർആൻ ക്ലാസ്സിന് വന്നിട്ട് അതിന്റെ മേന്മ പറയുക, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിന് പങ്കെടുത്താൽ അതിന്റെ മേന്മ വേറായിരിക്കോ വേണ്ടി വരുന്നത് പോലെ അങ്ങനെ എപ്പോഴും നാം പറയലുണ്ട്. എപ്പോഴും പറയും, ഇഖ്ലാസ് ഇല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ ഈ ഖുർആൻ ക്ലാസ് കേട്ട സമയം വേസ്റ്റ് ആയിട്ടുണ്ട്. ഈ ഖുർആൻ ക്ലാസ് കേട്ടത് കൊണ്ട് നരകത്തിൽ കിട്ടുന്ന ഒരു കുറ്റമാണ് ഇഖ്ലാസ് ഇല്ലാതെ ഒരു കർമ്മം ചെയ്താൽ. ഇഖ്ലാസ് ഇല്ലാണ്ട് നിസ്കരിച്ചിട്ടൊരു കാര്യമില്ല. ഇഖ്ലാസുള്ള കർമ്മയെ പഠിച്ചു സ്വീകരിക്കൂ. എന്നാ പിന്നെ ഇഖ്ലാസ് ഇല്ല, അടുത്ത ആഴ്ച വരണ്ടെന്നല്ല കേട്ടോ പറഞ്ഞത്, വരണം. അതെങ്ങനെ വരണോ? ഇഖ്ലാസോടെ വരണം. ഞാൻ ഇത്രയും കാലം ക്ലാസ് എടുക്കുന്ന ഒരു ഇഖ്ലാസ് ഇല്ലാണ്ട് വന്നിരിക്കുന്നെങ്കിലോ എനിക്കും ഇതേ അവസ്ഥ അള്ളാഹ് കാക്കട്ടെ എല്ലാവർക്കും. നമ്മൾ ഏത് കർമ്മം ചെയ്യണമെങ്കിൽ നീ നന്നായാൽ നിനക്ക് ഖൈറായി. നീ നിസ്കരിച്ചാൽ നിനക്ക് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. നീ ഖുർആൻ ഓതിയാൽ, നീ ക്ലാസ്സിന് പങ്കെടുത്താൽ അത് നിനക്ക് വേണ്ടിയിട്ടാ. നിങ്ങൾ അള്ളാഹിലേക്കാണ് തിരിച്ചു പോക്ക്. അത് ഓർമ്മിക്കൽ എപ്പോഴും നല്ലതാ. നിനക്ക് നേരെയില്ല നിസ്കരിക്കാൻ, ദിക്റിയല്ല, ദുആ ചെയ്യാൻ, അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ, അല്ലേ, ദീനീപരമായിട്ട് നടക്കാൻ നിനക്ക് നേരെയില്ല. പക്ഷെ നിന്റെ ഒരു മടക്കുണ്ട്. എന്തായിരുന്നാലും നീ മടങ്ങും. ആ മടക്കാരിലേക്കായിരിക്കും, അള്ളാഹുവിലേക്കായിരിക്കും എന്നൊരു ബോധം നിനക്കുണ്ടാകുക. അതുകൊണ്ട് റസൂലേ, സമമല്ല അൽ അഅമ, അന്ധനും വൽ ബസീർ, കാഴ്ചയുള്ളവർ സമാണോ? കാഴ്ചയുള്ളവരും അന്ധനും സമമല്ല. വലദ്ദുലുമാത്, ഇരുട്ടുമല്ല. വലന്നൂർ, പ്രകാശവുമല്ല. ഇരുട്ടും പ്രകാശവും സമമല്ല. അതേപോലെ വലദ്ദില്ലു, തണൽ സമമല്ല. വലൽ ഹറൂർ, എന്താ ഹാർ എന്നൊക്കെ പറഞ്ഞാൽ ചൂട്, നല്ല തണലും ചൂടും സമമാണോ? അതൊക്കെ അന്ധനും അല്ലെ, പിന്നെ കാഴ്ചയുള്ളവനും ഇരുട്ടും വെളിച്ചവും തണലും നല്ല ചൂടും ഇതൊന്നും സമമല്ല. വമാ യസ്തവിൽ അഹ്യാ, ജീവിച്ചിരിക്കുന്നവർ സമമല്ല. വലൽ അംവാത്, മരണപ്പെട്ടവർ. ജീവിച്ചിരിക്കുന്നവർ മരണപ്പെട്ടവർ സമാണോ? അല്ല. അതുകൊണ്ട് ഇന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹു തആല യുസ്മിഉ, അവൻ കേൾപ്പിക്കും, മയശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ. അല്ലാഹ് ഉദ്ദേശിക്കുന്നവരെ അവൻ ഉപദേശങ്ങളൊക്കെ കേൾപ്പിക്കും. ഉറങ്ങി അത് അഭിനയിച്ച് കിടക്കുന്ന അവിശ്വാസ മനസ്സിൽ മൂത്ത ആളുകൾ നബിയെ, അവരെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയുന്നില്ല. ആരാണ് കേൾപ്പിക്കുന്നത്? ശരിക്കും അല്ലാഹ് ഉദ്ദേശിക്കുന്നവരെ എന്ത് ചെയ്യും? കേൾപ്പിക്കും. അബൂ താലിബിന്റെ വിഷയത്തിൽ എന്താ നബിയോട് പറഞ്ഞ? ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹ യഹ്ദി മൻ, നീ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കാൻ പറ്റുന്നില്ല. ഹിദായത്ത് ആരാ കൊടുക്കുക? അല്ലാഹുവാണ് കൊടുക്കുക. അവസാനം പറയുക, അന്ത നബിയെ, താങ്കളല്ല, ബിമുസ്മി, കേൾപ്പിക്കുന്നവനല്ല, മൻഫിൽ ഖുബൂർ, ഖബറുകളിലുള്ളവരെ കേൾപ്പിക്കുന്നവനല്ല താങ്കൾ. ഇതെന്തിനാ പറഞ്ഞെന്നറിയോ? ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സമമല്ല. ഇതുപോലെ അവിശ്വാസികളും ഉപദേശങ്ങൾ കേൾക്കാത്ത ആളുകളും അവരെ ശരിക്കും മരിച്ചോരോടാണ് അത് സമപ്പെടുത്തിയത്. മരിച്ചോര് ഒരു മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് ഖബർ കിടക്കുന്നവരാ, ഓരോ കേൾപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലും കേൾപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ട് താങ്കൾക്ക് ഖബറുള്ളവരെ കേൾപ്പിക്കാൻ പറ്റൂല. ഇന്നത്തെ താങ്കളല്ല ഇല്ല നദീർ, ഒരു താക്കീതുകാരനല്ലാതെ വേറെ ആരും അല്ല എന്ന് അള്ളാഹുവിന്റെ റസൂലുള്ള അടിവരയിട്ടുകൊണ്ട് പറയാണ്. അടുത്ത ആയതൊന്നു അല്ലേ എല്ലാവർക്കും. ഇന്നാ അർസൽനാക ബിൽ ഹഖ് ബശീറൻ വനദീറാ വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ഇന്നാ അർസൽനാക, നബിയെ താങ്കളെ നാം നിയോഗിച്ചു, ബിൽ ഹഖ്, സത്യവുമായിട്ട്, ബഷീറ, എന്താണ് ബഷീർ? സന്തോഷ വാർത്ത അറിയിക്കുന്ന, വനദീറ, മുന്നറിയിപ്പ്. ഇതാണ് നബിയുടെ ദൗത്യം. സന്തോഷം, എന്തിന്റെ സന്തോഷം അറിയിക്കുക? റസൂലുള്ളാഹ് പറയും സ്വർഗാണ്. നദീർ, താക്കീത്, എന്തിന്റെ? ഇത് രണ്ടോ നമ്മൾ പറയണം. പക്ഷെ മിക്കവാറും ക്ലാസ്സിലും ഉപ്പ മക്കൾ കൊടുക്കുന്ന ഉപദേശങ്ങളിലും ഒക്കെ എന്ത് മാത്രമേ ഉണ്ടാവും? മക്കളെ നിസ്കരിപ്പിക്കാം എന്ന് പറഞ്ഞ അല്ലെ, എന്തും ഇത് പറഞ്ഞിട്ടാണ്. ഭീഷണിയും, പിന്നെ വിവാഹത്തിന് പിരിവുണ്ടെങ്കിൽ അതിനും പറയുന്നത് എന്ത് വേദമായിരിക്കും? നരകത്തിന്റെ പാൽത്തുമ്മ നിർത്തിയിട്ടായിരിക്കും പിരിവുണ്ടാകുക അല്ലേ. മനുഷ്യന്മാർക്കൊരു പേടി
പേടിച്ച് വിറച്ചിട്ട് അതിനേക്കാൾ അപ്പുറത്തേക്ക് നല്ല എന്തായിരിക്കും? രണ്ടുമാണ്. നമുക്കൊരു ഒരു ബേസിക് അറിവാണ്. നമ്മളൊരാൾ നന്നാക്കുകയാണെങ്കിൽ ഒന്ന് ആ തെറ്റിന്റെ ഗൗരവം പറഞ്ഞു കൊടുക്കണം, ഗൗരവം അതിന്റെ ഒക്കെ. രണ്ട്, ഈ തെറ്റ് നീ ചെയ്താൽ നിനക്ക് അള്ളാഹിന്റെ തൗബ ഉണ്ട് എന്നുള്ള കവാടം നമ്മൾ എന്ത് കൊടുക്കണം? തുറന്നു കൊടുക്കണം. കവാടം തുറന്നു കൊടുക്കണം. ഉറപ്പ് നിനക്ക് പാപങ്ങൾ എന്ത് ചെയ്യും? പഠിച്ച പൂർത്തിയൊരു ഉറപ്പായിട്ടും നീ ചെയ്ത തെറ്റിതാണ്, അതിന്റെ കുറ്റം ഇതാണ്, പക്ഷെ നിനക്കും തൗബയുണ്ട്. സിറ്റുവേഷൻ മാറി നീ എന്ത് ചെയ്യും? നന്നായി ജീവിക്കും. പകരം പഠിച്ചും കൂടി നന്മകളെ കുറിച്ചും കൂടി അറിയണം. അപ്പൊ ബഷീറു ആവണം നമ്മൾ. ബഷീറു, നിങ്ങൾ സന്തോഷം അറിയിക്കുക. യസ്സിറു, നിങ്ങൾ എളുപ്പം ഉണ്ടാക്കുക. വല തുഴസ്സിറു, ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ദീൻ എളുപ്പാണ്. അദ്ദീൻ യുസ്ർ, എളുപ്പാണ് ദീന്. നിങ്ങൾ പ്രയാസം ഉണ്ടാക്കല്ല. ഒരുത്തരും കഴിയാത്ത പഠിച്ചുകൊണ്ട് പൈപ്പിക്കണില്ല എന്ന് വെച്ചാൽ നമുക്ക് തോന്നിയത് പോലെ നടക്കാന്നുള്ളതല്ല. നമ്മുടെ ഉപദേശങ്ങളിൽ, സംസാരങ്ങളിൽ, ദീനിന്റെ വിഷയങ്ങളിലൊക്കെ നമ്മൾ മെല്ലെ 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 എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. ഇതാണ് ദീനിന്റെ രീതി. ബഷീർ ആകണം, എന്നാൽ നദീറോ. എല്ലാത്തിനും ബഷീർ മാത്രമല്ല, എന്തും വേണം? നദീറും ഉണ്ടായിരിക്കണം. ഇത് രണ്ടും കൊടുക്കാൻ കഴിയണം. സമുദായവും തന്നെ ഇല്ല ഖലാഫിൽ കഴിഞ്ഞു പോകാതെ നദീർ, ഒരു താക്കീതുകാരൻ. ഒരു സമുദായത്തിലും ഒരു പ്രവാചകൻ, ഒരു ഉപദേശകൻ കഴിഞ്ഞു പോകാതെ എന്തില്ല? ഒരു സമുദായം കഴിഞ്ഞു പോയിട്ടില്ല. എല്ലാ സമുദായത്തിലും പഠിച്ചവൻ ആരെ ഇറക്കിയിട്ടുണ്ട്? അള്ളാഹിന്റെ ദൂതന്മാരെ ഇറക്കിയിട്ടുണ്ട്, ഉപദേശിക്കുന്ന ആളുകൾ ഇറക്കിയിട്ടുണ്ട്. നബിമാരെ പിന്തുടരുന്നവരും ആരെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് അവർ താങ്കളെ കളവാക്കുകയാണെങ്കിൽ കളവാക്കിയിട്ടുണ്ട്. ഇവർക്ക് മുമ്പുള്ളവരും കളവാക്കിയിട്ടുണ്ട്. അവർക്ക് വന്നു റസൂലുഹും, അവിടെ റസൂലുമാര് വന്നു, ബിൽ ബയ്യിനാത്തി, തെളിവുകളുമായിട്ട്. അതേപോലെ തന്നെ ഏടുകളുമായിട്ട്. ഇപ്പൊ ദാവൂദ് നബിയെ കുറിച്ചും അല്ലെ, സുഹഫ് ഇബ്രാഹിം മൂസ എന്നൊക്കെ പറയില്ലേ? ഇബ്രാഹിം നബിക്ക് മൂസ നബിക്ക് കൊടുത്ത ഏടുകൾ, അങ്ങനെ ഏടുകൾ കൊടുത്ത ആളുകളുണ്ട്. അതേപോലെ തന്നെ കിതാബ്, വേദഗ്രന്ഥങ്ങൾ കൊടുത്ത ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ എന്ത് ചെയ്തിട്ട് കിതാബിൽ മുനീർ, പ്രകാശം നൽകുന്ന വേദഗ്രന്ഥം കൊടുത്ത ആൾക്കാരെ പോലും ഇവരുടെ മുമ്പുള്ളവർ എന്ത് ചെയ്തിട്ടുണ്ട്? കളവാക്കിയിട്ടുണ്ട്. അവർക്ക് എന്താ സംഭവിച്ചത് അടുത്ത ആഴ്ച പറയുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിനെ അയച്ചത് ബഷീറും പിന്നെന്തായിട്ടാണ്? നദീറുമായിട്ടാണ്. എല്ലാ സമുദായത്തിലേക്കും അയച്ചിട്ടുമുണ്ട്. ഖുർആൻ പറഞ്ഞില്ലേ, മിൻഹും മൻ ഖസസ്നാ അലൈക്, നബിയെ താങ്കൾക്ക് നാം കഥ പറഞ്ഞു തന്ന നബിമാരുണ്ട്. വമിൻഹും മൻ ലം നഖ്സുസ് അലൈക്, താങ്കൾക്ക് കഥ പറഞ്ഞു തരാത്ത നബിമാരുണ്ട്. എത്ര നബിമാർ വന്നിട്ടുണ്ട് ഭൂമിയിൽ? 1.25 ലക്ഷത്തോളം വന്നില്ലേ? എത്ര പേര് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ? 25ഓളം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയാണ്, എല്ലാവരുടെ കഥയും പറഞ്ഞു തന്നിട്ടുണ്ടോ? നമ്മൾക്ക് ഉണ്ടോ? ഇല്ല, പറഞ്ഞു തന്നിട്ടില്ല. മിൻഹും, അതിൽ തന്നെയുണ്ട് മൻ ഖസസ്നാ അലൈക്, നബിയെ താങ്കൾ കഥ പറഞ്ഞു തന്ന നബിമാരുണ്ട്. ഒരു പ്രവാചകന്റെ കഥ ഒന്നിച്ചാണ് പറഞ്ഞിട്ടുണ്ട്. ഏതാ നബി? യൂസുഫ് നബി. പല ഭാഗങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ കഥ മൂസാ നബി. ചിലപ്പോ നമ്മൾ തന്നെ ചില ആയത്ത് എടുത്തില്ലേ, ഈ നൂഹ് നബീന്റെ ആയത്ത് സ്റ്റാർട്ടിംഗ് ഉണ്ടാവും, പിന്നെ ഏതാ ഉള്ളത്? 2 ആയത്ത് നബീന്റെ കഥ പറഞ്ഞു തന്നില്ലേ? ആ രീതിയിലൊക്കെ ഉള്ള പല മോഡലിൽ പറയുന്നത് അല്ലേ. അങ്ങനെ പല നബിമാരും വന്നു. അവർക്ക് തെളിവുകളുണ്ട്, അത് ഏടുകളുണ്ട്, പ്രകാശം ലഭിക്കുന്ന വേദഗ്രന്ഥങ്ങളുണ്ട്. എന്നിട്ടൊക്കെ ഉണ്ടായിട്ടും ഇവരെന്ത് ചെയ്തു? കളവാക്കിയിട്ടുണ്ട്. എന്നാൽ അവിശ്വസിച്ച ആളുകളെ നാം എന്ത് ചെയ്തു? ശിക്ഷ കൊണ്ടുണ്ട് പിടികൂടി. അപ്പോഴെങ്ങനെയുണ്ട് എന്റെ പ്രതിഷേധം, അഥവാ അള്ളാഹുവിന്റെ ദേഷ്യം, ആ കളവാക്കിയ ആളുകൾക്കെതിരെ പടച്ചവൻ കൊടുത്ത ശിക്ഷാ നടപടി എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കും. മക്കൾക്കാരോട് പറയാ, പലപ്പോഴും ഞാൻ പറയലുണ്ട്, അവരെ യാത്രകളിൽ കാണലുണ്ട്, അള്ളാഹിന്റെ ശിക്ഷ കിട്ടിയ ആളുകളുടെ മണ്ണും ഭൂമിയും ഇവർ കാണലുണ്ട്. എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് നോക്ക്. അമ്പിയാക്കളെ കളവാക്കിയാലും ദീനിനെ കളവാക്കിയാലും അവസാനം അനുഭവിക്കേണ്ടി വരുന്ന തിക്തഫലം ഇതായിരിക്കും എന്ന് അള്ളാഹു ഒരു വാണിംഗ് കൊടുക്കാണ്. അള്ളാഹിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവർ അള്ളാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.